നമസ്കാരം. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കിരാന ഹിൽസിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ആക്രമണം നടത്തിയോ? കിരാന ഹിൽസിൽ ഇന്ത്യൻ മിസൈലുകൾ പതിച്ചിട്ടുണ്ടോ? ഓപ്പറേഷൻ സിന്ദൂർ നടന്നിരുന്ന ആ സമയത്ത് തന്നെ അങ്ങനെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരോട് വാർത്താലേഖകർ ഇങ്ങനെയൊരു റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഇന്ത്യൻ സൈന്യം അന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കിരാന ഹിൽസ് എന്ന് പറയുന്ന ഒരു കാര്യം പാകിസ്ഥാനിൽ ഉണ്ടെന്നും അവിടെ ആണവായുധങ്ങൾ സംഭരിച്ചിട്ടുണ്ടെന്നും തങ്ങൾക്ക് അറിവില്ല എന്നാണ് ഇന്ത്യൻ സൈന്യം ഇത് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അന്ന് പുറത്തു വന്ന ഈ റിപ്പോർട്ടുകളെ ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അനൗദ്യോഗികമായി അതിന് സാധ്യതയുണ്ട് എന്ന അങ്ങനെ ഒരു പരാമർശം മാത്രമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അല്ലാതെ ഇതിനൊരു സ്ഥിരീകരണവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം NDTVയിൽ ഏവിയേഷൻ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ടോം കൂപ്പറുടെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ കൃത്യമായി തന്നെ കിരാന ഹിൽസിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും അതിനിപ്പോൾ തെളിവുകൾ ലഭ്യമാണ് എന്നുമാണ്. അതായത് അമേരിക്കൻ ഏജൻസി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനമനുസരിച്ച് അല്ലെങ്കിൽ അന്വേഷണമനുസരിച്ച് ഇതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രദേശവാസികളായ ആളുകൾ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഇതിന് ഉപോത്ബലകമായ തെളിവുകളായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കിരാന ഹിൽസിലേക്ക് ഇന്ത്യൻ മിസൈലുകൾ വന്നു പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. അതിന് തൊട്ടു മുമ്പ് ഈ പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ റഡാർ സ്റ്റേഷനിൽ നിന്നും പുക ഉയരുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ ലഭ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആക്രമണം കിരാന ഹിൽസിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്ന് തന്നെയാണ്. ആദ്യം റഡാർ സംവിധാനങ്ങളെ ഇന്ത്യ ആക്രമിക്കുന്നു. അതിനുശേഷം ഇന്ത്യൻ മിസൈലുകൾ ഈ കിരാന ഹിൽസിൻ്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ പതിക്കുന്നു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന മേഖലയാണ് കിരാന ഹിൽസ്. ആ കിരാന ഹിൽസിൻ്റെ അടിയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഭൂഗർഭ അറകളിലാണ് പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ ഉള്ളത്. ഈ ആണവായുധങ്ങൾ ഉള്ള ഭൂഗർഭ അറകളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല റഡാർ സംവിധാനങ്ങളെ ആക്രമിച്ച് തകർക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് ഇന്ത്യ എന്തായാലും പാകിസ്ഥാന് നേരെ ഒരു സൈനിക ആക്രമണം നടത്തും എന്ന ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ പാകിസ്ഥാൻ ഈ രീതിയിൽ ആണവ ആക്രമണ ഭീഷണി മുഴക്കിയിരുന്നു. ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ സർജിക്കൽ സ്ട്രൈക്ക് മാതൃകയിൽ ഒരു ആക്രമണം നടത്തിയാൽ അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല, ഞങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്, അത് പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന് പറഞ്ഞത് പാകിസ്ഥാനാണ്. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയത്ത് സ്വിച്ചിട്ട പോലെ തന്നെ പാകിസ്ഥാൻ്റെ ഈ ആണവാക്രമണ ഭീഷണി നിന്നു. അത് ഈ കിരാന ഹിൽസിൽ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്ന് ടോം കൂപ്പർ പറയുന്നുണ്ട്. മാത്രമല്ല 3 ദിവസത്തെ സൈനിക നടപടി കൊണ്ട് മാത്രം തന്നെ ഈ വീമ്പിളക്കിയിരുന്ന പാകിസ്ഥാൻ വെടിനിർത്തൽ വേണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് കിരാന ഹിൽസിൽ നടന്ന ഈ ആക്രമണത്തെ തുടർന്നാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ആണവായുധങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു തുറുപ്പ് ചീട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇതെടുത്ത് പ്രയോഗിക്കാൻ അവർ മടിക്കില്ല. പക്ഷേ ഈ ആണവായുധങ്ങളെല്ലാം ഭൂഗർഭ അറകളിൽ സുരക്ഷിതമായി തന്നെ ഉണ്ട്. പക്ഷേ അതെടുത്ത് പ്രയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇന്ത്യ കൊണ്ടുചെന്ന് എത്തിച്ചു. അതായത് ആണവ വികിരണം നടക്കാതെ, അണുബോംബ് അല്ലെങ്കിൽ അണുസ്ഫോടനം ഉണ്ടാകാതെ തന്നെ ആണവാക്രമണങ്ങളെ തടയാനുള്ള ഇന്ത്യയുടെ കഴിവാണ് അവിടെ പാകിസ്ഥാന് അന്ന് കാട്ടിക്കൊടുത്തത് ഭാരതം. അതിനുശേഷം ആണവാക്രമണങ്ങൾ പ്രയോഗിക്കും അല്ലെങ്കിൽ ആണവാക്രമണങ്ങൾ നടത്തും എന്ന് ഒരു ദിവസവും അല്ലെങ്കിൽ ഒരിക്കലും പാകിസ്ഥാൻ അതിനുശേഷം പറഞ്ഞിട്ടുമില്ല. ഇതിൻ്റെ അർത്ഥം കിരാന ഹിൽസിൽ ഇന്ത്യ ശക്തമേറിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്നാണ് ഈ ടോം കൂപ്പർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കിരാന ഹിൽസിലെ നടന്ന ആക്രമണത്തിന് ശേഷമാണ് പാകിസ്ഥാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വിളിച്ച് ഇന്ത്യയെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കണം എന്ന് അപേക്ഷിച്ചത്. ആ രീതിയിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയോട് തീർച്ചയായും സംസാരിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇന്ത്യ വഴങ്ങിയില്ല. ഇന്ത്യ അവരോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, ഈ കാര്യം ഞങ്ങൾ തമ്മിലാണ്. പാകിസ്ഥാന് വെടിനിർത്തൽ വേണമെങ്കിൽ പാകിസ്ഥാന് ഇന്ത്യയെ വിളിച്ചു പറയാം. അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യ വെടിനിർത്തൽ എന്ന് തന്നെയാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനെ വിളിച്ചിട്ട് ഈ വെടിനിർത്തൽ വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നതും ഇന്ത്യ അത് അംഗീകരിക്കുന്നതും. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, കിരാന ഹിൽസിൽ ആക്രമണം നടന്നു എന്ന് അന്ന് വന്ന റിപ്പോർട്ടുകൾ സൈന്യവും ഇന്ത്യൻ സർക്കാരുമെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. എങ്കിലും ആ യുദ്ധ രഹസ്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ മറനീക്കി പുറത്തു വരും എന്നത് ഉറപ്പ് തന്നെയാണ്. അത്തരത്തിൽ ചില തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുറപ്പിക്കാം. എന്തായാലും പാകിസ്ഥാൻ വിജയം നേടിയെന്നും ഇന്ത്യയെ പാഠം പഠിപ്പിച്ചുമെന്നുമൊക്കെയുള്ള നുണപ്രചരണങ്ങളാണ് നടത്തിയത്. ആ നുണപ്രചരണം
പ്രചരണങ്ങൾ ഇപ്പോൾ ഈ തെളിവുകൾ പുറത്തു വരുന്നതോടുകൂടി പൊളിയുകയാണ്. അത് ഇന്ത്യ തന്നെ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. മറ്റ് ലോകരാജ്യങ്ങളിലെ വിദഗ്ധർ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ പ്രഹരശേഷിയെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.